എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ചീഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്നിട്ട് കേടാവുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി വെച്ചിട്ടുള്ള 2-3 ടിപ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ തക്കാളി എടുത്തിട്ട് അതിൽ വല്ലാതെ കേടായിട്ടുള്ള ഭാഗം ഒരു കത്തി യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ കഴുകി എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദോശത്തവയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചില തവകളിലൊക്കെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പിടിക്കുന്ന തവയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ തവ എടുക്കുക. എന്നിട്ട് ഒന്നുകിൽ നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം, അത് കൂടുതൽ നല്ലതാട്ടോ അങ്ങനെ ചെയ്യണത്. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് അത് വെച്ച് ഈ ഒരു തവയിൽ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ദോശത്തവയ്ക്ക് പകരം ചീനച്ചട്ടിയിലോ എന്തിലായാലും ചെയ്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് നല്ല പോലെ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണേ. ഇനി നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തക്കാളിയും വെള്ളം കൂടിയിട്ടുള്ള മിക്സ് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് തിളച്ചൊന്ന് വറ്റട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദോശത്തവയിൽ നല്ലപോലെ ആ ഒരു തക്കാളിയൊക്കെ ആയിട്ടുണ്ടാവും, തക്കാളീൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ തവ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ തവയൊക്കെ കഴുകാനായിട്ട് പാടുള്ളൂ. പിന്നെ ആ ഒരു കമ്പിയുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, മെറ്റലിൻ്റെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിതാ നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ആ പൊടിയുപ്പൊന്ന് ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയ ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അത് കഴുകണമെന്നില്ല, നല്ലപോലെ ഒരു ടിഷ്യോ നല്ല നീറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു സവോളയൊക്കെ മുറിച്ച് എണ്ണ തടവിയിട്ട് ഒരു ദോശ പരത്തിയെടുക്കുക. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ചെയ്യാം. ഇതേപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും പിടിക്കാതെ നമുക്ക് തവ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തക്കാളിയൊക്കെ കേടായതൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട. ഉപയോഗിക്കാതെ ഇരിക്കുന്ന തവയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് എന്താ പറയുക ഇരുമ്പിൻ്റെയൊക്കെ സ്മെല്ലായിട്ടിരിക്കുന്ന തവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി കൊണ്ട് ഇങ്ങനെയും ഒരു യൂസ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം. അടുത്തതായിട്ട് ഞാൻ വിളക്കൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വിളക്കോ അല്ലെങ്കിൽ പൂജയ്ക്ക് യൂസ് ചെയ്യുന്ന എന്ത് സാധനങ്ങളായാലും നമുക്ക് ഈ ഒരു തക്കാളി വെച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ കുറച്ച് തക്കാളീൻ്റെ പീസ് വെച്ച് നന്നായിട്ട് ഉരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. മിക്സിയിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇടുകയാണെങ്കിൽ പിന്നെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം തക്കാളിയൊക്കെ അറിയാണ്ടൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ഒന്ന് 2-3 എണ്ണമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മൊത്തത്തിൽ ഒന്ന് മിക്സിയിൽ അടിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. നമുക്കിതുപോലെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അധികം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ ആയാലും കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അത് യൂസ് ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു കുഞ്ഞു കുപ്പിയിലാക്കി വെച്ചാൽ മതി. ഉപ്പ് ചേർത്തിട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കേടാവില്ല. വേണമെങ്കിൽ ഒരു ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കുകയാണ്, നന്നായിട്ടൊന്ന് തേക്കുക. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതേപോലെ തേച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സോപ്പ്, ഡിഷ് വാഷ് സോപ്പ്, ഒരു പതയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ എണ്ണമയം കുറച്ച് വേഗം പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സോപ്പും കൂടെ തേച്ച് സോപ്പും കൂടെ ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിളക്കൊക്കെ ഇതാ നല്ല വളവളാന്ന് മിന്നിക്കിട്ടും. അപ്പോൾ ഇനി തക്കാളിയൊക്കെ കേടാവുമ്പോൾ കളയണ്ട കേട്ടോ. അപ്പോൾ സമയമില്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക. വല്ലാണ്ട് കേടായ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ജ്യൂസ് ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി വിളക്ക് ക്ലീൻ ചെയ്യാനും എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ കിച്ചണിലെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു തക്കാളി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തക്കാളിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഒരു തുള്ളി ഡിഷ് വാഷ് ഒഴിക്കുക, ഒരു സോപ്പി ഇതിന് വേണ്ടിയിട്ട് മാത്രം.
അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും തക്കാളി കേടായെന്ന് പറഞ്ഞിട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 2-3 ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്